ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഷീറ്റാണ്, പക്ഷേ നമുക്കിവിടെ നിൽക്കുമ്പോൾ ഷീറ്റ് കാണില്ല. ആ രീതിക്കാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വശത്ത് നമുക്ക് അതിൻ്റെ അതേ തിക്നെസ്സിൽ തന്നെ ഷീറ്റ് നമ്മൾ ബെൻഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് കട്ട് ചെയ്ത് അതിനനുസരിതമായി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലെവലാണ് നമ്മൾ സീലിംഗ് സെക്ഷൻ വയ്ക്കാൻ വേണ്ടി അത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, അതിനെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളൊരു അളവിലാണ് നമ്മൾ ഈ ഐ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിൽ വരുന്ന വ്യൂ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വളരെ ശ്രദ്ധിച്ചാണ് നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഷീറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഷീറ്റ് നമ്മൾ നേരെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വരുന്ന ആ പാരപ്പറ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഷീറ്റ് വന്ന് കണക്റ്റ് ആകുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 1 ഇഞ്ച് ഉയർത്തിയെടുത്ത് അതിൽ കോൺക്രീറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഷീറ്റ് കയറ്റി ഒരു 1/2 ഇഞ്ചോളം ഉള്ളിലോട്ട് കയറ്റിയിട്ട് അതിൽ നമ്മൾ സീലൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ സീലൻറ്റ് സാധാ സിലിക്കോൺ അടിക്കാൻ പാടില്ല. പകരം നമുക്ക് എലോസ്റ്റോ സീൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. കോൺക്രീറ്റും നമ്മൾ മെറ്റലുമായിട്ട് ചേർന്ന് വരുന്ന പോർഷനിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിന് ഉള്ളിലോട്ട് കറക്റ്റായി നമുക്ക് അപ്ലൈ ചെയ്യാനും കോൺക്രീറ്റുമായിട്ട് അത് ഇഴുകി ചേരാനും ഏറ്റവും നല്ലത് ഈ സിലിക്കോണാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും ഒരു 3 വർഷം കൊണ്ട് ഈ സിലിക്കോൺ ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരുന്നില്ല. സാധാരണ സിലിക്കോൺ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെതർ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും നല്ലത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക. ഇതിലും കൂടിയതിലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കൊട്ടേഷൻ അനുസരിച്ചായിരിക്കും ഓരോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഒരാൾ നോക്കിയാൽ സ്ലോപ്പ് ഉണ്ടോ എന്ന് തോന്നിപ്പോവും. അത്രയും മൈന്യൂട്ടായിട്ടുള്ള സ്ലോപ്പേ ഉള്ളൂ ഇതിനകത്ത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഷീറ്റ് പുറത്ത് കാണാതിരിക്കുള്ളൂ. എന്നാൽ നമുക്ക് വെള്ളവും ലീക്കും വരാൻ പാടില്ല. ആ എല്ലാ കാര്യങ്ങളും നമ്മളിതിനകത്ത് വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി ഈ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ സാധാരണ